കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലം എയിംസ് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്ന് പരിശോധിച്ച് മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. ഫെബ്രുവരി 25-നുള്ളിൽ മറുപടി നൽകണമെന്ന് കോടതി. സംസ്ഥാനം ശുപാർശ ചെയ്ത സ്ഥലത്ത് സാധ്യതാ പഠനം നടത്താനും കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇപ്പോൾ എയിംസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ഇടക്കാല ഉത്തരവിൽ എന്തെല്ലാം വിവരങ്ങളാണ് പുറത്തുവരുന്നത്? നിലമ, കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ശുപാർശ ചെയ്ത സ്ഥലങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ നേരത്തെ സംസ്ഥാന സർക്കാർ ഒരു അഫിഡവിറ്റ്, ഒരു മറുപടി സത്യവാങ്മൂലമൊക്കെ നൽകിയിരുന്നു. അതിൽ കേന്ദ്ര സർക്കാരാണ് ഇക്കാര്യത്തിൽ ഈ അവസാനവട്ട അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ള ഇടക്കാല ഉത്തരവിൽ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലം അത് എയിംസ് മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്നാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കേണ്ടത്. അത് പരിശോധിച്ചതിന് ശേഷം രേഖാമൂലം ഈ മാസം 25-നുള്ളിൽ കേന്ദ്ര സർക്കാർ മറുപടി ഹൈക്കോടതി അറിയിക്കണം. ഈ കാലയളവിനുള്ളിൽ തന്നെ ഈ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത അല്ലെങ്കിൽ കേന്ദ്രത്തിന് മുന്നിൽ മുന്നോട്ട് വെച്ച സ്ഥലത്ത് സാധ്യതാ പഠനം നടത്താനും കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി ഏകോപിപ്പിച്ചു കൊണ്ടുവേണം ഈ സാധ്യതാ പഠനം നടത്തേണ്ടത്. എന്തായാലും നേരത്തെ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം, അതോടൊപ്പം തന്നെ കാസർഗോഡ് എയിംസ് ജനകീയ കൂട്ടായ്മ, ഈ രണ്ട് സംഘടനകളുമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആ ഹർജിയിലാണ് ഇപ്പോൾ സാധ്യതാ പഠനം നടത്താനായിട്ട് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ശുപാർശ ചെയ്ത സ്ഥലങ്ങൾ അത് എയിംസിന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമാണോ എന്നുള്ള കാര്യത്തിൽ അത് പരിശോധിച്ച് വിശദമായിട്ടുള്ള ഒരു മറുപടി കേന്ദ്ര സർക്കാർ നൽകുക തന്നെ വേണം. കാരണം നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനായിട്ടുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി തന്നെ നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ 4 ജില്ലകളിലെ സ്ഥലങ്ങൾ മുന്നോട്ട് വെച്ചു. ഏറ്റവും ഒടുവിൽ കിനാലൂർ എന്നുള്ള സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ നേരത്തെ എയിംസ് മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ചലഞ്ച് മെത്തേഡിലൂടെ കടന്നു പോകണം. അതായത് 200 ഏക്കർ സ്ഥലം മിനിമം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ 4 വരി റോഡ്, 4 വരി പാത, അതോടൊപ്പം മറ്റ് കണക്ടിവിറ്റി, ജലഗതാഗതം, അങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, വാട്ടർ കണക്ഷൻ എല്ലാം ഉൾപ്പെടുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്ഥലമായിരിക്കണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു എയിംസുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് ഉണ്ടായിരുന്നത്. ആ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതാണോ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത സ്ഥലം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മറുപടി നൽകേണ്ടത്. അതൊരു രേഷ്മ, ഒന്ന് തുടരുക. ഇപ്പോൾ ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം പ്രതിനിധി ഡാനിയേൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഡാനിയേൽ, നിങ്ങൾ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമയുദ്ധത്തിലാണ് വർഷങ്ങളായി. നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലം ഈ കേന്ദ്ര മാനദണ്ഡങ്ങൾക്കൊക്കെ അനുയോജ്യമാണ് താനും. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്ന കിനാലൂരിനെ സംബന്ധിച്ച് 125 ഏക്കർ മാത്രമാണ്, ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുന്ന സ്ഥലമല്ല. പക്ഷേ നിങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ സാധ്യതാ പഠനം നടത്തണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിനാലൂരിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങയുടെ പ്രതികരണം? ഗുഡ് ഈവനിങ് ടു എവറിബഡി. ഗ്രേറ്റർ പിറവം ഡെവലപ്മെന്റ് ഫോറം എറണാകുളം ജില്ലയിലെ പിറവം ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. ഞങ്ങൾ വളരെ കാലമായി എയിംസിന്റെ കാര്യത്തിൽ കേരളത്തിൽ എന്താണ് എയിംസ് അനുവദിക്കാത്തതെന്ന് അന്വേഷിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടി.